റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് വിവാദ കയത്തിൽ മുങ്ങിത്താണിരിക്കുകയാണ് മലയാള സിനിമ. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുതിർന്ന നടിമാർ വരെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. തങ്ങൾ നേരിട്ട അനീതികൾ തുറന്നു പറഞ്ഞ് കൂടുതൽ പേർ പുറത്തുവരുന്ന സാഹചര്യത്തിൽ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഈ സാഹചര്യവും രാജ്യം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കേരളത്തിന്റെ മാതൃക പിന്തുടരണമെന്ന ആവശ്യവുമായി വിവിധ സിനിമാ ഇൻഡസ്ട്രികളിലെ അഭിനേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടി സാമന്തയും വോയിസ് ഓഫ് വിമൻ എന്ന സംഘടനയും തെലുങ്ക് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച സബ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടതുപോലെ തന്നെ തെലുങ്ക് സിനിമാ രംഗത്തെ സബ് കമ്മിറ്റി റിപ്പോർട്ടും വർഷങ്ങളായി ഇരുട്ടറയിലാണ്. വോയിസ് ഓഫ് വിമന്റെ ആവശ്യപ്രകാരം തെലങ്കാന സർക്കാർ ഒരു സബ് കമ്മിറ്റിയെ സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ പഠിക്കാൻ നേരത്തെ നിയോഗിച്ചിരുന്നു. അവർ നൽകിയ റിപ്പോർട്ട് അതിജീവിതരുടെ സ്വകാര്യതകളും സംരക്ഷിച്ച് ഇത് പുറത്തുവിടണം എന്നാണ് ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാൻ സമഗ്ര നയരൂപീകരണം വേണമെന്നും വോയിസ് ഓഫ് വിമൻ ആവശ്യപ്പെടുന്നുണ്ട്. തെലുങ്ക് നടിയായ ശ്രീറെഡ്ഡി 2018 ഏപ്രിലിൽ മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഓഫീസിന് മുന്നിൽ പൊതുവിടത്തിൽ അർദ്ധനഗ്നയായി പ്രതിഷേധിച്ച ശ്രീറെഡ്ഡി തെലുങ്ക് സിനിമയിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്നത് നെറികെട്ട സംഭവങ്ങളാണെന്ന് ആഞ്ഞടിച്ചു. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും സ്ത്രീകളെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ മേഖലയിലുണ്ടെന്നും തുറന്നടിച്ചു. എന്നാൽ അസോസിയേഷൻ പ്രതിനിധികളായ നടീനടന്മാർ ശ്രീറെഡ്ഡിയുടേത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് നടിയെ സസ്പെൻഡ് ചെയ്തു. ഈ പ്രശ്നം ഹൈക്കോടതി വരെ എത്തിയതോടെയാണ് സബ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളും സിനിമാ മേഖലയിലെ ലിംഗ അസമത്വവും കൃത്യമായി പഠിക്കുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം. സിനിമാ മേഖലയിലെ പലരുമായി നിരവധി തവണ സംസാരിച്ച് കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് 2022 ജൂണോടെ പൂർത്തിയാക്കി സമർപ്പിച്ചു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത് പോലെ സബ് കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ സൂപ്പർ താരങ്ങൾ അടക്കം വിവാദത്തിലാകുമോ എന്ന ആശയാണ് പലർക്കും. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സബ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം കടുത്തിരിക്കുകയാണ്. ഞങ്ങൾ തെലുങ്ക് സിനിമയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷത്തിലേക്ക് വഴിയൊരുക്കിയ കേരളത്തിലെ WCCയുടെ നിരന്തരമായ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് സാമന്ത സബ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തെലുങ്ക് ചലച്ചിത്ര വ്യവസായം സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് സർക്കാരിന്റെ ഈ മേഖലയിലെ നയങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് സമർപ്പിച്ച സബ് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തെലങ്കാന സർക്കാരിനോട് ഞങ്ങൾ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ 235 പേജുള്ള റിപ്പോർട്ട് ഓഗസ്റ്റ് 19 പുറത്തെത്തിയത്. ഇതിന്റെ അലയൊലികൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും പടരുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് സാമന്തയുടെ വാക്കുകൾ. അതേസമയം തമിഴിലും ഇങ്ങനൊരു റിപ്പോർട്ട് വേണമെന്ന ആവശ്യവുമായി നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയും നടനുമായ വിശാലും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.